ഹായ് ഫ്രണ്ട്സ്, നമുക്കിത് അടിപൊളി ഒരു സേമിയ ബിരിയാണി ഉണ്ടാക്കുക. കുട്ടികൾ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് സേമിയ റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അതനുസരിച്ചിട്ട് എടുത്തിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്യുക. വെറുതെ റോസ്റ്റ് ചെയ്താൽ മതി. വേണമെങ്കിൽ ഇത്തിരി നെയ്യ് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ വെറുതെയാണ് ഇപ്പോൾ റോസ്റ്റ് ചെയ്യണത്. കരിയാൻ പാടില്ല. കട്ടിയുള്ള ഭാഗമൊക്കെ ഉടച്ചിട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഫ്ലെയിം കമ്മിയാക്കി വെച്ചിട്ട് തന്നെ എടുക്കണം. കറുത്ത് പോയി പിന്നെ സേമിയ ബിരിയാണി നന്നായിട്ടുണ്ടാവില്ല. എന്നിട്ട് അതേ പാനിൽ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കുക, നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ചിട്ട് സബോള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പട്ടപ്പൊടി, മുളക് പൊടി, ഇതാണ് ആവശ്യം. ചൂടായ ശേഷം സബോള ഇട്ടിട്ട് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് നന്നായി വഴറ്റുക. അതൊരു കളർ ചേഞ്ച് ആവുന്ന സമയത്ത് അതിലോട്ട് വെളുത്തുള്ളി പേസ്റ്റ്, അത് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള 2-3 വെളുത്തുള്ളി എടുത്ത് ചതച്ചിട്ട് അതാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ ഒരു ചെറിയ തുണ്ട് ഇഞ്ചി, ഒരുപാടൊന്നും വേണ്ട, ചെറിയൊരു തുണ്ട് ഇഞ്ചിയും കൂടി ചതച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് തക്കാളി, ഞാൻ ഇവിടെ ഒരു 1.5 തക്കാളി എടുത്തിരിക്കുന്നത്. 1.5 തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ എത്രയാണോ സേമിയ എടുക്കണം അതിനനുസരിച്ച് ഒരുപാട് വേവാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ ഉടഞ്ഞു പോകും, സേമിയ നന്നായിട്ടുണ്ടാവില്ല കഴിക്കാൻ. അപ്പോൾ നമ്മൾ അതിനളവുള്ളത് ഇത്തിരി ഞാൻ പട്ടഗ്രാമ്പ് പൊടി ഇടുക. ഒരുപാട് വേണ്ട, കുറച്ച് പട്ടഗ്രാമ്പ് പൊടി ഇട്ടിട്ട് നമ്മൾ സേമിയയ്ക്ക് അളവുള്ള വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. ഇതിൽ നമുക്ക് ഗ്രീൻ പീസോ ക്യാരറ്റോ എന്ത് ഇട്ടാലും നന്നായി ഉണ്ടാവും. കുട്ടികൾക്ക് നന്നായി കഴിയും. അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടെങ്കിൽ അത് നമുക്ക് വറുത്തിടാം. നല്ല വെള്ളം തിളച്ച ശേഷം ഫ്ലെയിം കമ്മിയാക്കി വെച്ചിട്ട് വറുത്ത് വെച്ച് സേമിയ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. തീ കൂട്ടാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് സേമിയ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ എന്താ പറയുക, വേവ് കറക്റ്റായിരിക്കും. ഒരുപാട് ഉടയില്ല, കുളൊന്നും ആവില്ല. പൊരി പോലെ കിട്ടും. അപ്പോൾ അടിപൊളിയായിട്ട് കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്സ് ആയിട്ടോ പിന്നെ എല്ലാം നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് വെറും 5 മിനിറ്റ് മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.